ഉമ്മൻചാണ്ടി പൂർണ്ണമായിട്ടും ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ച ആളാണ്. അച്യുതാനന്ദൻ അവർക്ക് വേണ്ടി, അതായത് അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ള ഫീലിംഗ് അവർക്കുണ്ട്. രണ്ടുപേരും പെരുമാറ്റത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഉമ്മൻചാണ്ടി വളരെ പ്രസൻ്റ് ആയിട്ടുള്ള നേച്ചറായിരിക്കും. അച്യുതാനന്ദൻ്റെ മുഖം നോക്കുമ്പോൾ വളരെ ടഫായിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ എങ്കിലും രണ്ടുപേർക്കും ജനങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. അതാണ് രണ്ടുപേരുടെയും ശവസംസ്കാര ചടങ്ങുകളിലെ ജനക്കൂട്ടം അതിൻ്റെ ഒരു ഉദാഹരണമാണ്. അതിൽ ഉമ്മൻചാണ്ടിയുടെ വ്യത്യസ്ത ശൈലിയാണ്. എല്ലാവരോടും അടുത്ത് ഇടപഴകി അവരുമായിട്ട് ഇഴുകി ചേർന്ന് പ്രവർത്തിക്കും. അച്യുതാനന്ദൻ അങ്ങനെയല്ല, സബ്ജക്റ്റുകൾ നോക്കി പ്രതികരിക്കും. അപ്പോൾ ആ സബ്ജക്റ്റ് നോക്കി പ്രതികരിക്കുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വെച്ച് പൂജിച്ചിരുന്നു. അതാണ് വ്യത്യാസം. അല്ലാതെ ഒരിക്കലും ഒരു ചിരിച്ച് വർത്താനം പറയുന്നൊരു അച്യുതാനന്ദനെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. എന്നാൽ കാര്യങ്ങൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ സംസാരിക്കാറുണ്ട്. അതുപോലെ പാർട്ടിയിലോട്ട് വരികയാണെങ്കിൽ ഇപ്പം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി, ഞാൻ പറഞ്ഞു ഒരുപാട് കോൺഗ്രസ്സുകാരും അവരെ അനുഭാവികളെയും ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് ചുറ്റും. അപ്പം അതിൽ ഞാൻ പണ്ട് തൊട്ടേ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, അവരുടെ വസ്ത്രധാരണ രീതിയാണെങ്കിലും അഗ്രസീവ്നെസ് ആണെങ്കിലും കോൺഗ്രസ് എന്ന പാർട്ടിയോട് ആൾക്കാർക്ക് ഏറ്റവും ഒരു അടുപ്പം വരുന്നത് ഒരു ശാന്ത സ്വഭാവമാണ്. പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കോൺഗ്രസിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. കാലം മാറുമ്പോൾ ആളുകളുടെ മനോഭാവത്തിൽ വരുന്നൊരു മാറ്റമാണോ, അതോ അതിന് മുകളിലിരിക്കുന്ന ആളുടെ ചിന്താഗതി, അവരുടെ ശൈലി മൊത്തം പാർട്ടിയിൽ പ്രതിഫലിക്കുന്നതാണോ? അതെന്താണ് അതിൻ്റെ ശരി? അല്ല, അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. കാരണം കോൺഗ്രസിൻ്റെ ഒരു ശൈലി എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ഒരു ദേശീയ പ്രസ്ഥാനം. അത് പിന്നെ ക്രമേണ വളർന്ന് ജനങ്ങളുമായിട്ട് വളരെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു. പക്ഷേ നമുക്കറിയാം, ഒരു കാലം കുറേ കഴിയുമ്പോൾ അതിലൊക്കെ മാറ്റം വരും. ഇപ്പോൾ കോൺഗ്രസ്സിലെ തലമുറ എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമുള്ള തലമുറ, അവരൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരാണ്. ഇപ്പം ഞാനൊക്കെ എൻ്റെ പിതാവ് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. പല സ്വാതന്ത്ര്യ സമര സേനാനികളെ ആദരിക്കുന്ന ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അന്നത്തെ ഒരു ശൈലിയൊക്കെ ഞാൻ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് കുറേയൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങളെ ബാധിക്കും. നേരെ മറിച്ച് അടുത്ത തലമുറ, ഇപ്പോൾ എൻ്റെ മക്കളുടെയൊക്കെ തലമുറയാണെങ്കിൽ ഇവർ സ്വാതന്ത്ര്യ സമര സേനാനികളെയും കണ്ടിട്ടില്ല, അവരുമായിട്ട് ബന്ധപ്പെടേണ്ട അവസരങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ അവർക്കൊരു പ്രത്യേക ശൈലിയായിരിക്കും. ഇനി കുറേ കഴിഞ്ഞാൽ എന്താണ് സ്വാതന്ത്ര്യ സമരം എന്ന് പോലും ആർക്കും അറിയാത്തൊരു സാഹചര്യം വരും. ഗാന്ധിജിയുടെ പ്രാധാന്യം പോലും അറിയില്ല. ഇപ്പോൾ തന്നെ ഗാന്ധിജിയോട് 1000 നോട്ടിൽ കാണുന്ന ഗാന്ധിജിയോടുള്ള ബഹുമാനം 10 രൂപ നോട്ടുള്ള ഗാന്ധിജിയോട് ഇല്ലാത്തൊരു കാലഘട്ടമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊക്കെ ചരിത്ര പഠനത്തിലുള്ള നമ്മുടെ പോരായ്മയാണ്. അതാണ് ഇന്നത്തെ യങ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ഒരു ഹൈടെക് യുഗം കണ്ട് വളരുന്നവരാണ്. അവർ പഴയ കാര്യങ്ങളെക്കുറിച്ചിട്ട് പഠിക്കാനോ ചിന്തിക്കാനോ അവർക്ക് അവസരങ്ങളില്ല. അപ്പോൾ നമ്മുടെ ചരിത്രം തന്നെ പരിശോധിച്ചാൽ ചരിത്രം ഒരു നിർബന്ധ വിഷയമല്ല നമ്മുടെ പാഠ്യപദ്ധതിയിൽ. അതുകൊണ്ട് തന്നെ എന്താണ് സ്വാതന്ത്ര്യ സമരം കുറേ കേട്ടിട്ടുണ്ട്. മറ്റേ ഇന്ത്യ 200 വർഷം ബ്രിട്ടൻ്റെ അടിമയായിരുന്നു, അതിനുശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നൊക്കെ അറിയുന്നതല്ലാതെ അതിനെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കാനോ സ്റ്റഡി നടത്താനോ പലരും തയ്യാറാവില്ല. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഇന്നത്തെ ഒരു ഹൈടെക് ശൈലിയാണ് ഉണ്ടാവുക. അതിൽ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. കാരണം ഒരേ നേച്ചറിൽ തന്നെ ഒരിക്കലും മുന്നോട്ട് പോവില്ല. കുറേ മാറ്റങ്ങൾ ഉണ്ടാവും. എന്നാൽ പാർട്ടിയുടെ ആശയങ്ങളിൽ മാറ്റമില്ല. തലമുറകൾ വരുമ്പോൾ കുറേ പ്രവർത്തന ശൈലിയിൽ മാറ്റങ്ങളുണ്ടാവും.